ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിരുന്നു പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തുന്നതിനായി. ഉച്ച ഊണ് കഴിക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നു താമസിച്ചെത്തിയത്. ക്ഷേത്രത്തിൽ എത്തുമ്പോഴേക്കും നല്ല വിശപ്പ് അനുഭവപ്പെട്ടു. നേരെ ഊട്ടുപുരയിലേക്ക് പോയി. നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഊട്ടുപുര, ചിട്ടയായ ഭക്ഷണ വിതരണം. ഞാൻ പ്ലേറ്റ് വാങ്ങി അതിൽ ഭക്ഷണവും എടുത്ത് അടുത്തുള്ള സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചുമരിൽ തൂക്കിയിട്ട മുത്തപ്പൻ്റെ പല ഭാവത്തിലുള്ള ചിത്രങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവ ആകും വിധം എൻ്റെ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചു. ഭക്തജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ടാവണം. പല ചിത്രകാരന്മാരും മുത്തപ്പന് സമർപ്പിച്ച ചിത്രങ്ങൾ പരമാവധി പകർത്തി. ഞാൻ തിരിച്ച് ക്ഷേത്ര നടയിലേക്ക് പോകുന്നതിനായി സ്റ്റെപ്പുകൾ ഇറങ്ങുകയാണ്. താഴെ ഇറങ്ങിയപ്പോഴാണ് തിരക്കുണ്ടെങ്കിൽ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പാടാക്കിയ സംവിധാനം ശ്രദ്ധയിൽപ്പെട്ടത്. ഭക്തജനങ്ങൾ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ്. ക്ഷേത്ര നടയിൽ നിന്ന് പുഴയിലിറങ്ങി കാലും കഴുകി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. കൂടെ വൈഫും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ കുറേ സമയം കഴിച്ചതിന് ശേഷം നേരെ പോയത് ബോട്ട് ജെട്ടിയിലേക്കായിരുന്നു. പുഴയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. ബോട്ട് ജെട്ടിയിൽ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പുഴയുടെ വിശാലതയും സൗന്ദര്യവും ഇളം കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നു. കച്ചവട സ്ഥാപനങ്ങൾ നിരവധിയുണ്ട്. തിരക്ക് കുറവായതിനാൽ കച്ചവടം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. മുത്തപ്പ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴിയിൽ പറശ്ശിനി പാലത്തിൻ്റെ മുകളിൽ നിന്നും പറശ്ശിനിയുടെ ചുറ്റുമുള്ള സ്ഥലവും പുഴയും പകർത്തുന്നതിനായി ശ്രമിച്ചു. പുഴയുടെ നീല കലർന്ന പച്ചനിറം വല്ലാതെ ആകർഷിക്കുന്നു. ചുറ്റുമുള്ള പുഴക്കരയിൽ തെങ്ങുകളുടെ പച്ചപ്പ് നന്നായി കാണികളെ കരം കൊള്ളിക്കുന്ന തരത്തിലാണ്. മുത്തപ്പ ക്ഷേത്രം ഇവിടെ നിന്നും കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.